ഏറ്റുമാനൂർ നഗരസഭ 34-ാം വാർഡിലെ എല്ലാ റോഡുകളും സഞ്ചാരയോഗ്യമാക്കിയതായി വാർഡ് കൗൺസിലർ ഉഷ സുരേഷ് അറിയിച്ചു. വർഷങ്ങളായി തകർന്നു കിടന്ന VKB റോഡ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് മുൻപ് സഞ്ചാരയോഗ്യമാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും കൗൺസിലർ പറഞ്ഞു. 2023-24 പദ്ധതിയിൽ ഉൾപ്പെടുത്തി VKB റോഡ്, തെക്കേക്കുന്നേൽ ചാമക്കാല റോഡ്, ഇന്ദിരാഗാന്ധി റോഡ്, ദീനദയാൽ റോഡ് എന്നിവയുടെ റീടാറിങ്ങും കോൺക്രീറ്റും നടത്തി. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് കണ്ടെത്തിയിരുന്നുവെങ്കിലും കരാറുകാർ കരാർ ഏറ്റെടുക്കാൻ വൈകിയത് കാരണം റോഡുകളുടെ നിർമ്മാണം വൈകുകയായിരുന്നു. ശക്തി ലൈൻ റോഡും ശക്തി ലൈൻ ക്രോസ് റോഡുമാണ് ഇനി നന്നാക്കാനുള്ളത്. സ്ഥലത്തെ സ്വകാര്യ വ്യക്തികളുമായുള്ള തർക്കമാണ് ഈ റോഡുകൾ നന്നാക്കാൻ വൈകുന്നതിന് കാരണമെന്നും കൗൺസിലർ ഉഷ സുരേഷ് പറഞ്ഞു. VKB റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുകയായിരുന്നു. വാഹനയാത്ര പോലും ദുഷ്കരമായിരുന്നു. ഈ റോഡ് ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും ഉഷ സുരേഷ് കൂട്ടിച്ചേർത്തു. ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി 34-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്നതും ഏറ്റുമാനൂർ ക്ഷേത്രത്തിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്നതുമായ VKB റോഡ് തകർന്ന നിലയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലങ്ങളായി. ഇത് വാഹന ഗതാഗതവും കാൽനട യാത്രയും വളരെയധികം ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ വർഷങ്ങളായിട്ട് കിടക്കുകയായിരുന്നു. 2023-24 ഫണ്ട്, ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിലെ ഫണ്ട് ഞാൻ വിനിയോഗിച്ച് ഈ റോഡിന് ഫണ്ട് വിനിയോഗിച്ചെങ്കിലും കോൺട്രാക്ടർമാർ ഇതെടുക്കാൻ വളരെയധികം കാലതാമസം ഉണ്ടായി. ഫണ്ട് 23-24 ഫണ്ട് വിനിയോഗിച്ച് ഒരു കോൺട്രാക്ടർ എഗ്രിമെന്റ് വെച്ചു. എങ്കിലും അദ്ദേഹം പണി പൂർത്തിയാക്കിയില്ല, പണി തുടങ്ങിയില്ല. കാരണം ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിലെ മറ്റു വർക്കുകൾ ഈ കരാറുകാരൻ ചെയ്തതിന്റെ ബില്ലുകൾ പാസ്സാക്കാനും പുള്ളിക്ക് കൊടുക്കാനുമുള്ള കാലതാമസം ഉണ്ടായതാണ് അതിന് കാരണം. അതുകൊണ്ട് തന്നെ ഈ വർക്ക് ചെയ്യാതെ വളരെ നാളുകളായിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. പുള്ളിയുടെ വർക്ക് ബില്ല് പാസ്സാക്കി കൊടുത്താൽ മാത്രമേ ഈ വർക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് പല ആൾക്കാരെ കൊണ്ട് ഇത് പറയിപ്പിച്ചിട്ടും ഈ കരാറുകാരൻ വർക്ക് ഏറ്റെടുത്ത് നടത്തിയില്ല. അപ്പൊ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിലെ AEയുമായിട്ട് സംസാരിച്ച് ഈ ബില്ല് പാസ്സാക്കിയെങ്കിൽ മാത്രമേ ഇദ്ദേഹം ഈ വർക്ക് ചെയ്യുള്ളൂ, അടുത്ത ഉത്സവം വരികയാണ്, ഉത്സവത്തിന് മുമ്പെങ്കിലും ഈ വർക്ക് ചെയ്യണം എന്ന് AEയോട് പലതവണ നമ്മൾ ആവശ്യപ്പെടുകയും ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് അദ്ദേഹത്തിന്റെ ബില്ല് പാസ്സാക്കാനായിട്ട് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി LSTDയിൽ ഇടപെട്ട് അദ്ദേഹത്തിന്റെ 2-3 വർക്കുകളുടെ ബില്ലെങ്കിലും പാസ്സാക്കി പുള്ളിക്ക് പൈസ കിട്ടിയതിന് ശേഷം മാത്രമാണ് ഈ കരാറുകാരൻ ഈ നമ്മുടെ വാർഡിലെ VKB റോഡ്, അതുപോലെ തന്നെ തെക്കേക്കുന്നേൽ ചാമക്കാല റോഡ്, ഇന്ദിരാഗാന്ധി റോഡ്, ഈ 3 റോഡുകളും ഇദ്ദേഹം എഗ്രിമെന്റ് വെച്ചത്. ഇപ്പം ഈ ഏറ്റുമാനൂർ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന് മുമ്പായിട്ട് ഇത് ചെയ്ത് എടുക്കാൻ സാധിച്ചു. ഇത് ഉത്സവത്തിന് മുമ്പ് ജനങ്ങൾക്ക് ഇത് സഞ്ചാരയോഗ്യമാക്കി കൊടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഏറ്റുമാനൂരപ്പന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ വർക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ ഇനിഷ്യേറ്റീവ് എടുത്ത കോൺട്രാക്ടർ നിതിൻ മാത്യുവിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. i4u ന്യൂസ്, ഏറ്റുമാനൂർ.